ഷെയർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ കിഡ്കി എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസിലേക്ക് പോകാം. അതിൽ സൈഡ് ക്വസ്റ്റ്യൻസ് ആദ്യത്തെ നമുക്ക് നോക്കാം. ടെക്സ്റ്റിലെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, AC के बजाय जनरल कोच से सफ़र का आनंद लेना इसका मतलब क्या हो सकता है? അർത്ഥം അറിയുമോ? AC के बदले എന്നുവെച്ചാൽ ബച്ചായ എന്നുവെച്ചാൽ ബദലെ, AC പകരം, AC കോച്ചിന് പകരം ജനറൽ കോച്ചിൽ യാത്ര ചെയ്ത് ആനന്ദം അനുഭവിക്കാം. ഇസ്കാ മതലബ് ക്യാ ഹോ സക്താ ഹെ, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വ്യക്തമാക്കുക. അതാണ് ചോദ്യം. നമുക്ക് ആൻസറിലേക്ക് നോക്കാം. जनरल कोच में सफ़र करते समय कुछ सुविधाओं की कमी हो सकती है. ജനറൽ കോച്ചിൽ സഫർ കർത്തേ സമയം, യാത്ര ചെയ്യുന്ന സമയത്ത് കുറച്ച് സുവിധായോങ്കി കമി, സുവിധാ സൗകര്യങ്ങളുടെ കമി, കുറവുണ്ടാകാൻ കഴിയുന്നു. അതായത് ജനറൽ കോച്ചിൽ യാത്ര ചെയ്താൽ കുറച്ച് സൗകര്യങ്ങളുടെ കുറവ് അതിലുണ്ടാകാം. ഇസ് സഫർ മേ സാധാരണ ലോगों की जीवन शैली समझने का अवसर मिलता है. इस सफ़र में ഈ യാത്രയിൽ സാധാരണ ജനങ്ങളുടെ ജീവിതശൈലി സമച്ചന മനസ്സിലാക്കുക. അപ്പോൾ സാധാരണ ജനങ്ങളുടെ ജീവിതശൈലി, അതായത് രീതിയും മനസ്സിലാക്കാനുള്ള അവസരം ലഭ്യമാവുകയും ചെയ്യും. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ. വായിച്ച് നല്ലതുപോലെ പഠിക്കണം. അടുത്ത നോക്കിയേ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ. युवती का गला रूंद जाने का कारण क्या हो सकता है? യുവതി കാ ഗല രൂന്തിനെന്ന് വെച്ചാൽ തൊണ്ട ഇടറുക. യുവതിയുടെ തൊണ്ട ഇടറാനുള്ള കാരണം എന്താണ്? ഷാൾ വിറ്റപ്പോൾ യുവതിയുടെ ആ സമയത്തുള്ള യുവതിയുടെ തൊണ്ട ഇടറിയിരുന്നു. അതെന്താണ് അതിൻ്റെ കാരണം എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയേ, ആൻസറിലേക്ക് പോകാം. 100 रुपये को ഷാൾ बेचना पड़ा तो उसको बहुत बड़ा नष्ट होगा. 100 रुपये എന്ന് വെച്ചാൽ 100 രൂപയ്ക്ക് ഷാൾ വിറ്റഴിച്ചാൽ അവൾക്ക് വലിയൊരു നഷ്ടം ഉണ്ടാവുകയും ചെയ്യും. ഇസ്ലിയെ, അതുകൊണ്ടാണ് ആ യുവതിയുടെ ഗലാരൂന്ത് എന്ന് വെച്ചാൽ തൊണ്ട ഇടറാനുള്ള കാരണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഓ ഏക് ബാർ മേ ഹി 150 മേ മാൻ ഗൈ. ഓ ഏക് ബാർ, അവൾ ഒറ്റ തവണ തന്നെ 150 എന്ന് വെച്ചാൽ 150 രൂപയിൽ സമ്മതിക്കുകയും ചെയ്തു. ഗലത്തിക്ക് തെറ്റ് പറ്റിയോ? थोड़ा धोल मोल और करना चाहिए था. കുറച്ചുകൂടി വില പേശിയിരുന്നു എങ്കിൽ കുറയ്ക്കാമായിരുന്നു എന്ന ചിന്തയാണ് ആ സ്ത്രീയിലേക്ക് എത്തിയത്. ഇസ് കഥൻ സെ ലോഗോं को किस मनोभाव का परिचय मिलता है? ഇസ് കഥൻ, കഥൻ എന്ന് വെച്ചാൽ വാക്ക്. ഈ വാക്കുകളിൽ ജനങ്ങളുടെ എന്ത് മനോഭാവമാണ് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ആൻസർ നോക്കി. ഇസ് കഥൻ മേ, ഈ വാക്കുകളിൽ लोगों की खरीदारी में लाभ मिलने की मानसिकता और तोल मोल करने की प्रवृत्ति का परिचय मिलता है. ഈ വാക്കുകളിൽ ജനങ്ങളുടെ ഖരീദാരിമേ, ജനങ്ങൾ എന്തെങ്കിലും വാങ്ങുമ്പോൾ അതിൽ ലാഭം കിട്ടണം എന്ന മാനസികതയും, മാനസിക എന്ന് വെച്ചാൽ മനസ്സിൻ്റെ തോന്നലും, അതിനോടൊപ്പം തന്നെ തോൾമോൾ നമ്മൾ നേരത്തെ പഠിച്ച വാക്കാണ് വിലപേശുക എന്നാണ്. വിലപേശൽ എന്ന പ്രവൃത്തിയുമാണ് ഇവിടെ പരിചയപ്പെടുത്തി തരികയും ചെയ്യുന്നത്. അടുത്ത നോക്കിയേ, നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ. ഉസ്കി ആംഖോ മേ ഹി വഹി നമി ഥി. അവളുടെ കണ്ണുകളിൽ ആ നമി എന്ന് വെച്ചാൽ ഈർപ്പം ഉണ്ടായിരുന്നു. ജോ ആജ് ഉസ് യുവതിക്ക് ആംഖോ മേ ഹി, അതായത് അച്ഛൻ, നമ്മൾ പഠിച്ച ഭാഗം ഓർക്കുക. അച്ഛൻ റെയിൽഗാഡി എന്ന് വെച്ചാൽ ട്രെയിനിലെ സാധനങ്ങൾ വിറ്റഴിച്ചതിന് ശേഷം ക്ഷീണിതനായി വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഈർപ്പം ഉണ്ടായിരുന്നു. ഇന്ന് ആജ് എന്ന് വെച്ചാൽ ഇന്ന് ആ യുവതിയുടെ കണ്ണുകളിലും ആ ഈർപ്പമാണ് കണ്ടത്. ലേഖക കെ പിതാജി അറുസ് യുവതി മേം കോൺ സി സമാനത ഹോ സക്താ ഹെ. ലേഖകൻ്റെ പിതാജി, അച്ഛനും ആ യുവതിയും തമ്മിൽ എന്ത് സമാനതയാണ് കാണപ്പെടുന്നത്? നമുക്ക് നോക്കാം. ആൻസർ നോക്കിയേ. ഉൻ ദോനം റെയിൽഗാഡി മേ സാമാൻ ബേച്ചനെ കാം കർത്തെ ഹൈം. അവർ രണ്ടുപേരും ട്രെയിനിലെ സാധനങ്ങൾ വിറ്റഴിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. ആർത്തിക കഠിനായോം കെ കാരൻ
दोनों के आंखों में निराशा का नमी देख जा सकता है. ആർത്തിക കഠിനായി എന്ന് വെച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രയാസം. ആ കാരണത്താൽ രണ്ടുപേരുടെയും കണ്ണുകളിൽ നിരാശയുടെ നമി, ഈർപ്പം കാണുകയും ചെയ്തു. നോക്കിയേ, ആക്ടിവിറ്റി ഫസ്റ്റ് ഒന്ന് നോക്കിയേ. ഗതിവിധിയാണ്, അതായത് ആക്ടിവിറ്റീസ്. കഹാനി പഠേ और रिक्त स्थान की पूर्ति करे. കഹാനി പഠേ എന്ന് വെച്ചാൽ കഥ വായിക്കുക, റിക്തസ്ഥാൻ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം പൂർത്തീകരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് നോക്കാം. ലഘുകഥ, ദേ കൊടുത്തേക്കുന്ന ലഘുകഥ. അതിലെ ഒന്നാമത്തെ ഘടന, രണ്ടാമത്തെ പാത്ര, മൂന്ന് സ്ഥാൻ. ഘടന എന്ന് വെച്ചാൽ ഇൻസിഡൻറ്റ്, സംഭവങ്ങൾ. പാത്ര, കഥാപാത്രങ്ങൾ. സ്ഥാൻ, സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് സ്റ്റോറിയിലെ ഘടന എന്താണെന്ന് നോക്കിയേ. ഹോഷിയാർപൂർ സെ ഷാദി കാ ബുലാവ് ആയാ ഥാ. ഹോഷിയാർപൂരിൽ നിന്നും ഷാദി കാ, വിവാഹത്തിൻ്റെ ക്ഷണക്കത്ത് കിട്ടി. അത് എഴുതാം. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇസേ കോച്ച് മേ ജനറൽ കോച്ച് സെ യാത്രാ കർത്തെ സമയ ഏക് യുവതി ഷാൾ ബേച്ചനെ കെ ലിയെ ആത്തി ഥി എന്ന് വേണമെങ്കിൽ എഴുതാം. ഇത് ഒരെണ്ണം മതിയാവും. രണ്ടാമത് നോക്കിയേ, പാത്ര, കഥാപാത്രങ്ങൾ. ആരൊക്കെയാണ് നോക്കിയേ. പതി, പത്നി, ബച്ചെ, പിന്നെ യുവതി. അങ്ങനെ ആണ് കഥാപാത്രങ്ങൾ. അടുത്ത സ്ഥാൻ. സ്ഥാൻ എന്ന് വെച്ചാൽ സ്ഥലം. സ്ഥലം എന്ന് വെച്ചാൽ റെയിൽ ഗാഡി, ട്രെയിൻ. അങ്ങനെ ആദ്യത്തെ ആക്ടിവിറ്റി അതാണ് നമ്മൾ എഴുതിയത്. രണ്ടാമത്തേതിലേക്ക് നോക്കിയേ. നമൂനയ്ക്ക് അനുസാർ വാക്യക്കോ ബദൽക്കർ ലിഖേ. നമൂന എന്ന് വെച്ചാൽ മാതൃക. മാതൃകയുടെ അടിസ്ഥാനത്തിൽ വാക്യക്കോ ബദൽക്കർ ലിഖേ, വാക്യം മാറ്റി എഴുതുക എന്നാണ് ചോദ്യം. അവിടെ ടെൻസാണ് കൊടുത്തിരിക്കുന്നത്, പാസ്റ്റ് ടെൻസാണ്, അതായത് ഭൂതകാലാണ്. ഭൂതകാലിലെ സാമാന്യ ഭൂതകാലവും പൂർണ്ണ ഭൂതകാൽ എന്നിവയാണ് കൊടുത്തിട്ടുള്ളത്. സാമാന്യ ഭൂതകാൽ എങ്ങനെയാന്ന് നോക്കിയേ. ക്രിയയുടെ കൂടെ ആ, എ, ഇ, ഈ എന്നോ യാ, എ, ഇ, ഈം എന്നോ ചേർക്കണം. അതാണ് സാമാന്യ ഭൂതകാൽ. അതായത് പുല്ലിംഗ ഏകവചനമാണെങ്കിൽ അകാരാന്ത ക്രിയയുടെ കൂടെ ആ, പുല്ലിംഗ ബഹുവചനത്തിൽ എ, സ്ത്രീലിംഗ ഏകവചനത്തിൽ ഇ, സ്ത്രീലിംഗ ബഹുവചനത്തിൽ ഈയും ചേർക്കണം. അതിനോടൊപ്പം തന്നെ അകാരാന്തം കളയുന്ന ക്രിയാരൂപമാണെങ്കിൽ അതിൻ്റെ കൂടെ യാ എന്നോ എ എന്നോ ഇ എന്നോ അല്ലെ ഈം എന്നോ ചേർക്കണം. പുല്ലിംഗ ഏകവചനം യാ, പുല്ലിംഗ ബഹുവചൻ എ, സ്ത്രീലിംഗ ഏകവചൻ ഇ, സ്ത്രീലിംഗ ബഹുവചൻ ഈം എന്നിങ്ങനെയാണ് അതിൻ്റെ നിയമം. അതായത് നോക്കിയേ, ഒന്നാമത്തെ നോക്കിയേ. ഷാദി കാ ബുലാവ് ആയാ. ഷാദി കാ ബുലാവ് എന്ന് വെച്ചാൽ വിവാഹത്തിൻ്റെ ക്ഷണക്കത്ത് ആയാ, കിട്ടി അല്ലെ വന്നു. ഇപ്പുറത്തെ ഭാഗത്തേക്ക് നോക്കിയേ. ഷാദി കാ ബുലാവ് ആയാ ഥാ, അത് പൂർണ്ണ ഭൂതകാൽ. പൂർണ്ണ ഭൂതകാലിലെ ഥാ, ഥേ, ഥീ, ഥീം ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അതായത് സാമാന്യ ഭൂതകാല ക്രിയാരൂപത്തോടൊപ്പം ഥാ, ഥേ, ഥീ, ഥീം ചേർക്കുമ്പോഴാണ് പൂർണ്ണ ഭൂതകാൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നോക്കിയേ. ഷാദി കാ ബുലാവ് ആയാ, അതിൻ്റെ കൂടെ ഥാ ചേർക്കുക, ആയാ ഥാ. അടുത്ത നോക്കിയേ, രണ്ടാമത്തെ നോക്കിയേ. പത്നി ബാത്തോ മേ മശ്ഗൂൽ ഹോ ഗയി. ഷാദി കാ ബുലാവ് ആയാ ഥാ എന്ന് വെച്ചാൽ അർത്ഥം അറിയാലോ, വിവാഹത്തിൻ്റെ ക്ഷണക്കത്ത് വന്നു. അടുത്ത നമ്മൾ അപ്പുറത്തേക്ക് എഴുതിയപ്പോഴേ ഷാദി കാ ബുലാവ് ആയാദാ, വിവാഹത്തിൻ്റെ ക്ഷണക്കത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നായി മാറി. ഇനി അടുത്ത നോക്കിയേ. പത്നി ബാത്തോ മേ മശ്ഗൂൽ ഹോ ഗയി. ഭാര്യ, ബാത്ത് എന്ന അർത്ഥം എന്താ, സംസാരത്തിൽ മുഴുകി. അങ്ങേ കുളത്തിലേക്ക് നോക്കിയേ. പത്നി ബാത്തോ മേ മശ്ഗൂൽ ഹോ ഗയി ഥി. പത്നി ആയതുകൊണ്ട് ഥീം ഇവിടെ വന്നു. അപ്പോൾ ഭാര്യ സംസാരത്തിൽ മുഴുകിയിട്ടുണ്ടായിരുന്നു എന്നാക്കി മാറ്റി. ഇനി അടുത്ത് നോക്കിയ കോളം. ലഡ്ക ബെഞ്ച് പെർ ബൈഠ. ലഡ്ക ആൺകുട്ടി ബെഞ്ചിൽ ഇരുന്നു. നമുക്ക് ഇപ്പുറത്തേക്ക് മാറ്റുമ്പോൾ ലഡ്ക ബെഞ്ച് പെർ ബൈഠ ഥാ. കണ്ടോ, ലഡ്ക ആൺകുട്ടി ബെഞ്ചിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. മീനു ബാസാർ കി, നമ്മളിവിടെ ആക്ടിവിറ്റി കൊടുത്തേക്ക് നോക്കിയേ. മീനു ബാസാർ കി ഓർ ചലി ഥി എന്ന് തന്നു. നമുക്ക് ആദ്യത്തെ കോളം വേണം ഫിൽ ചെയ്യാൻ. അവിടെ മീനു ബാസാർ കി ഓർ ചലി എന്ന് മതി. ഇപ്പുറത്തായപ്പോൾ ധീയും കൂടെ ആഡ് ചെയ്തു. ഇനി അടുത്തത് രണ്ടെണ്ണം നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ കണ്ടെത്തി വേണം എഴുതാൻ. ഇവിടെ ഞാൻ തന്നിരിക്കുന്നത് യുവതി ഷാൾ കാ ഗഡർ സേ ആയി. നമ്മുടെ എഴുതണം
യുവതി ശാൽ കാ ഗഡർ സേ ആയി ഥി. യുവതി ആയതുകൊണ്ട് ആയി ഥി. പിന്നെ അവിടെ ഒരു ലഡ്കയാണെങ്കിൽ ആയാ ഥ എന്ന് എഴുതും. മേംനെ ഈശാരാ കിയ, പുറത്തേക്ക് വന്നപ്പോഴേ മേംനെ ഈശാരാ കിയ ഥ എന്നായി മാറും. അതാണ് ഒന്ന് പൂർണ്ണഭൂതകാൽ, സാമാന്യഭൂതകാൽ. അതായത് സാമാന്യഭൂതകാലത്തിലെ ആ എ ഇ ഈമെന്നോ യാ എ ഇ ഈമെന്നോ ചേർക്കും. അത് പൂർണ്ണഭൂതകാലിൽ മാറുമ്പോൾ സാമാന്യഭൂതകാല ക്രിയയുടെ കൂടെ ധാടി രൂപങ്ങൾ ചേർത്തതാണ് ധാ ധേ ധീ ധീം എന്നിങ്ങനെ. മനസ്സിലായോ പറഞ്ഞത്? നമ്മളിപ്പോൾ പഠിച്ചത് പൂർണ്ണഭൂതകാലും സാമാന്യഭൂതകാലാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. പൂർണ്ണഭൂതകാലിൽ ധായുടെ രൂപവും സാമാന്യഭൂതകാലിലെ ആ എ ഇ ഈയും യാ എ ഇ ഈ എന്നിവ ചേർക്കണം. പിന്നെ ഈ ആക്ടിവിറ്റി നല്ലപോലെ പഠിച്ചു വച്ചിരിക്കുക. അടുത്ത ക്ലാസ്സിലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.